ടെസക്കുട്ടി. നല്ല രസമുണ്ടല്ലോ. ഇന്നൊരു ബൊമ്മക്കുട്ടിയാണല്ലോ. ഒരു വീഡിയോ ഉണ്ടോ? അതേപോലെ അത് സെയിം അതുപോലെ. ഇത് റെഡ് ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഗ്ലോറി ടു ഗോഡ്. എംജംഗിളെ ഇല്ലേ, എംജംഗിളിന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നേ. എംജംഗിളെ നേരത്തെ ഒരു പ്രമോ വന്നില്ലായിരുന്നു? എംജംഗിളിന് വിറ്റേരയില് കുത്തിമറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്നത്. അപ്പം അത് ഞാൻ കണ്ടിട്ടേ ഞാൻ ഉറങ്ങുമായിരുന്നേ. എന്നിട്ട് ഒരു സ്വപ്നം കണ്ടേ. സ്വപ്നം കണ്ടു. എംജംഗിള് പാട്ട് പാടുമ്പോ കുത്തി മറിഞ്ഞു വരെ മൈക്കിൾ ജാക്സന്റെ മൂൺ വോക്ക് വരെ ചെയ്തിട്ട് അവന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് നിർത്തിയിട്ട് താങ്ക് യു പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് ആ ഔ കേക്കണമായിരുന്നു. തലക്ക് കുത്തി കിട്ടിയല്ല ഇത്. അത് തന്നെ. എന്നെ കൊണ്ടാവില്ല. അതൊരു സ്വപ്നമായിരുന്നു തിരിച്ചറിയാതെ. ആരി ചേച്ചി ആയിരിക്കും ചിലപ്പം മൈക്കിൾ ജാക്സന്റെ ഡബ് ചെയ്തേ. അതുപോലെ ഉണ്ടോ? ഞാനാണ് ഡബ്ബർ. ഈ ഉണ്ണിയങ്കൾ ഡാൻസ് ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യം സ്വപ്നത്തിൽ അല്ല, റിയൽ ആയിട്ട് ഈ ഉണ്ണിയങ്കൾ ഡാൻസ് കളിക്കും. കളിക്കത്തില്ലേ? സൂപ്പർ ഡാൻസറാ. എനിക്കറിയാം. അതുവല്ലോ കാണാറുണ്ടോ സ്വപ്നം? അത് കാണാറില്ല. ഒരു ദിവസം ഒരാളുടെ പറ്റും, അടുത്ത ദിവസം എല്ലാം ട്രൈ ചെയ്യാതെ. ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നതിന് മുമ്പ് എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നതിന് മുമ്പേ എംജംഗിളിനൊക്കെ അടുത്ത ഒരാളെ കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ഫ്ലവേഴ്സ് വരുന്നത്. അടുത്തൊരാളോ? ആബേലച്ചനില്ലേ, ആബേലച്ചൻ ഞങ്ങളുടെ വള്ളിയിലെ അടക്കിയേക്കുന്ന. എപ്പോഴും അവരെ കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോറി ടു ഗോഡ് എന്ന്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നത് പറയുന്നു. രസകുടി, എനിക്കൊരു പ്രശ്നം തന്നില്ലേ? ഒരു ചെറിയ ബുക്ക് കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാനത് എടുത്തോണ്ട് വരാൻ മറന്നു കേട്ടോ. അത് എന്തൊരു രസം, ഓമനയാണെന്ന് അറിയാമോ? അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ്. താടി പിടിക്കുന്നവരെ ഉണ്ട്. അതെ, താടി പിടിക്കുന്നവരുണ്ട്. താടിയുള്ളപ്പനെ പേടിയില്ലേ? ആരും പേടിയില്ല. ആരും പേടിയില്ല. ഇല്ല, അതുകൊണ്ട് എംജംഗിളിന് പേടിയില്ലാത്തത്. പേടിന്ന് പറഞ്ഞാ എന്താ? അതെ, അതാ ഡിക്ഷണറി പോലും ഇല്ല. അറിയത്തില്ല. ശരിക്കും പാട്ട് ഏതാണ്? കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ. പാട്ടാ പാടാൻ പോകുന്നു. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായി വന്നു. ഇപ്പൊ കേൾക്കാം. പിന്നെ ബാക്കി കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ. എന്നിട്ട് എല്ലാ മൃഗങ്ങൾക്കും ചെന്നാതിയായി. എന്നിട്ട് ഒന്നല്ല രണ്ടല്ല പല പല ദിവസം. ഇതിലാരാ കുഞ്ഞാട്? ഈ 3 പേരില് ആരും കുഞ്ഞാടല്ല, എല്ലാരും ചെന്നായിക്കള്. അയ്യോ, ഞാനാ കുഞ്ഞാട്. ബേബി കുഞ്ഞാട്. അപ്പൊ ചെന്നായിക്കളാരാ? പാവല്ലേ? ആണോ? ഇവരൊക്കെ ചെന്നായിക്കളാണോ? ഒപ്പം ചെന്നായികൾ കറക്റ്റ്. ഞങ്ങൾ എത്ര ദുഷ്ടന്മാരാണോ ബേബി? പാവ. അപ്പൊ ഞാനിപ്പോ മുട്ടനാടായിക്കോ വേണമെങ്കിൽ. കുഞ്ഞാടൊന്നും പറ്റുന്നില്ല. സത്യത്തിൽ ഞാൻ പോകണ്ട. ഞാനും എംജിയും പോവാ. അയ്യോ, രണ്ടുപേരും പോകുന്നു. രണ്ടുപേരും പോവാ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു നേരത്തെ പറ്റിച്ചതാ. അയ്യോ പോവല്ലേ ബേബി, പറ. ഈ പൂന്നേ അല്ല, അത് ശരിക്കും പോവാ. അയ്യോ, ദേ കെട്ടി പിടിച്ചോണ്ട് പോണോ രണ്ടുപേരും? അനിയ, ചേട്ടാ, തിരിച്ചു വരൂ. അയ്യോ, ഈ പാട്ട് കഴിയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാടാം. എംജംഗിളും ഉണ്ണിയങ്ങളും ഇല്ലാതെയോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ചെന്നൈയാന്നൊക്കെ വിഷമമായിട്ടുണ്ടാവും രണ്ടുപേർക്കും. ഞാനിപ്പോ അവിടെ കേറിയപ്പോ എന്താ അവര് ചിരിച്ചേ? അവര് ചിരിച്ചിട്ടൊന്നുമില്ല, ഞാൻ കണ്ടില്ല. അവര് ചിരിച്ചു. എന്തായാലും അവര് പോയില്ലേ? അവര് ഇറങ്ങിപ്പോയി. മറ്റതാണ് പറ്റിക്കാനാണ് ഇവിടെയൊക്കെ നിന്നേനെ. എവിടെയെങ്കിലും എന്തായാലും ഇങ്ങോട്ട് കേറി വരും. പാട്ട് കഴിഞ്ഞാ ഉടനെ തന്നെ കേറി വരും. പാട്ട് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. പാട്ട് പാടുമ്പോ വേണ്ടേ നമുക്ക്? അവരെ കുഞ്ഞാടാന്നങ്ങ് പറഞ്ഞേക്ക്. പാവങ്ങള് കുറച്ച് ഒച്ച പറഞ്ഞാലേ കേൾക്കാം. അവിടെ നിക്ക്, പുറത്തു പോയില്ലേ? എംജംഗിളും ഉണ്ണിയങ്ങളും കുഞ്ഞാടാട്ടോ. രണ്ടുപേർക്കും സോറി. വന്നോ കുഞ്ഞാടാന്ന്.
MJ sir വന്നോ? വരുന്നുണ്ട്. പക്ഷെ മുഖം കണ്ടിട്ട് ചെന്നൈകളെ പോലെ ഉണ്ട് രണ്ടുപേരും. ഒരു attitude. മുഖത്തൊരു സന്തോഷം കാണിക്കുന്നത് തന്നെ. അതാ ദേഷ്യത്തിലാ. മുഖത്തൊരു സന്തോഷമില്ല കേട്ടോ രണ്ടുപേരും. നോക്ക് വീരന്മാരാ. ഇല്ലാള് തീരും. മിണ്ടൂല ഇനി. കണ്ടോ? മിണ്ടമാട്ടെ. വിടമാട്ടെ. ആ MJ സാറിന്റെ മുഖം നോക്ക്. എന്നിട്ട് കുഞ്ഞാടാന്ന് പറയണം അല്ലേ രസ? ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പാട്ട് കേട്ടാലോ കുഞ്ഞാടെ? ഭയങ്കരമായിട്ട് പിണങ്ങി. സോറി പറഞ്ഞോണ്ട് ഞങ്ങള് തിരിച്ചു സോറി പറഞ്ഞുകൊണ്ട് മാത്രം. ഇത്രയധികം ഞാൻ ആർക്കും പിണങ്ങിയിട്ടില്ല ഇതൊരു. ഓ, എന്നാലും ടെസ്സക്കുട്ടി ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല അല്ലേ? പാവം. അല്ലേ ടെസ്സക്കുട്ടി? എന്നാ കേട്ടാലോ പാട്ട് കേൾക്കാം. കുഞ്ഞാടുകളുമായിട്ട്. Yes. All the best. All the best. പാട്ട് പാടി അവരെ ശരിക്കും കുഞ്ഞാടാക്കണം. ഓക്കെ ഓക്കെ ശരി. അപ്പൊ കുഞ്ഞാട് അയക്കണേ. ഓക്കെ ഓക്കെ. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ കുന്നിന്മേൽ പണ്ടു കാരിഞ്ഞുവല്ലോ. എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി ഒന്നല്ല രണ്ടല്ല പല പല ദിവസം. കുഞ്ഞാടിൻ വേഷത്തിൽ ചെന്നായേതോ കുന്നിന്മേൽ പണ്ടു കഴിഞ്ഞുവല്ലോ. എല്ലാ മൃഗങ്ങൾക്കും ചങ്ങാതിയായി ഒന്നല്ല രണ്ടല്ല പല പല ദിവസം.
ഇടയാ, എവിടേക്കാണ് പോകേണ്ടത്? എന്റെ ശബ്ദം കേൾക്കൂ, അത് മതി. ഞാൻ ചെറുതാണ്. അതുകൊണ്ടാണ് നീ എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തത്. എനിക്ക് ശക്തിയില്ല. ടെസക്കുട്ടിയിൽ നിന്ന് ശക്തി എടുത്തോളൂ. ടെസക്കുട്ടി, എന്തോ എനിക്ക് ശക്തി തരുമോ? ഓക്കെ. കുഞ്ഞാടിനോട് ഓക്കെ എന്ന് പറയുന്ന ആദ്യത്തെ ആൾ. അത് ഇങ്ങനെ കൊടുക്കില്ല. കുഞ്ഞാടായിരുന്നോ? അത് നമുക്ക് മനസ്സിലാവട്ടെ. ഞാനായിരുന്നു കുഞ്ഞാട്. ഓ, ആണോ? കുഞ്ഞാടിനോട് ഓക്കെ. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞാടായോ ഈ പാട്ട് കേട്ടിട്ട്? അതെ. മൊത്തം മൂന്നുപേരും കുഞ്ഞാടായി. മൂന്ന് ടെസക്കുട്ടി ആ കുഞ്ഞാടുകൾ. ചങ്ങാതിയായി അടിപൊളി കേട്ടോ. ചങ്ങാതിയായി. അടിപൊളി. സൂപ്പർ. അവിടെ എത്തി. Thank you. പിന്നെ ഉണ്ടായിരുന്നല്ലോ അനുപല്ലവിയില് ചെന്നായിൻ കള്ളം വിളഞ്ഞുവല്ലോ. ചെന്നായൻ കള്ളം വിളഞ്ഞുവല്ലോ. ഓ, അടുത്ത വരി. നന്നായവൻ ജീവൻ കൊയ്തുവല്ലോ. ആഹാ, സൂപ്പർ. ചെഞ്ചോരയെങ്ങും ചിന്തുന്നതാരും കാണാതെ മെല്ലെയ കാലം പോകെ. ആഹാ, സൂപ്പർ. എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ ടെസക്കുട്ടി. താങ്ക് യു നിങ്ങളെ. ഭയങ്കര ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ത്രൂ ഔട്ട് ദ സോങ് അങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു താങ്ക് യു. അല്ലേ ആര്യക്കുട്ടി? അതെ അതെ, നല്ല Yes. രസമായിരുന്നു. താങ്ക് യു. ബ്യൂട്ടിഫുൾ. കുണിച്ചടാ, Yes. പൂവച്ചൽ ഖാദർ സർ, യെസ് ശ്യാം സർ, പി ജയചന്ദ്രൻ ചേട്ടൻ. യെസ്. അപ്പൊ ചേട്ടൻ ഇങ്ങനത്തെ പാട്ടുകൾ അധികം പാടിയിട്ടില്ലല്ലോ. അതെ അതെ. അപ്പൊ ചെന്നായിക്ക് പോലും നന്നാവാൻ പറ്റും എന്നാണ് എനിക്ക് പറയണത്. അതൊരു ഗംഭീര ഒരു കോൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യൻ എന്നുള്ള രീതിയിൽ മനസ്സിൽ എത്ര ദുഷിപ്പുണ്ടെങ്കിലും ആ ദുഷിപ്പ് മാറ്റാൻ പറ്റുന്ന പറയണേ. അതെ. അപ്പൊ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ നല്ലതിലേക്ക് നമുക്ക് എല്ലാവർക്കും ചെന്നെത്താൻ പറ്റും എന്നാണ് ഈ പാട്ടിലുള്ളത്. നല്ലൊരു കഥയാണ്. നല്ലൊരു കഥയാണ്. അത് നമ്മുടെ കൊച്ചുമക്കള് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ ടെസക്കുട്ടി? നന്മ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ടെസക്കുട്ടിക്ക് ഒരുപാട് നന്മയല്ലേ, താങ്ക് യു. ചക്കര കുട്ടൂസല്ലേ, കണക്കൊക്കെ ചുമ്മാ അല്ലേ. അതെനിക്കറിയാന്നേ. പക്ഷെ അഭിനയിച്ചത് അത്ര ശരിയായില്ല. സോറി, ചീറ്റിപ്പോയി. ഇനിയിപ്പോ ടെസക്കുട്ടിയുടെ നിന്ന് അഭിനയം കുറെ പഠിക്കേണ്ടി വരും. അതെ. എനിക്ക് ഇടയ്ക്ക് പഠിപ്പിച്ചു തന്നല്ലോ, ഇപ്പൊ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ? ഞാന് ഇടയ്ക്ക് പഠിപ്പിച്ചു തരല്ലേ, ആ പക്ഷേ എംജിയങ്കൾ എന്താ എനിക്ക് പഠിപ്പിച്ചു തരാത്തെ? അഭിനയം എനിക്ക് അഭിനയം അറിഞ്ഞാലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അഭിനയല്ല, എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാലോ. പാട്ട് പഠിപ്പിക്കാലോ, ഡാൻസ് പഠിപ്പിക്കാലോ. അതത് ബെസ്റ്റ് ആയിരിക്കും. ഇത് പഠിച്ചോ, ഒരൊറ്റ പ്രാവശ്യം പാടും. ഇത് പഠിക്കണം. സസരി സാരി സരി ഗരി ഗരി ഗമ സസരി ഗ സരി സക സരി ഗ സരി ഗമ. സസരി സാരി സരി ഗരി ഗരി ഗമ സസരി ഗ സരി സക സരി ഗ സരി ഗമ. ഇത് പഠിപ്പിക്കൽ എന്നാണോ പറയുന്നേ? പഠിപ്പിച്ചു ഞാൻ, പഠിക്കോ. സസരി സാരി രി ഗ രി ഗ രി ഗ ഗ മ. സസരി കാരി സസരി കാരി കാരി. കരിയോ? സസരി സാരി സരി ഗരി ഗരി ഗമ സസരി സാരി ഗരി 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 ഗമ ഗമ. സസരി ഗ സരി സക സരി ഗ സരി ഗമ. സസരി രി ഗ സരി സ ഗ സരി ഗ സരി ഗ മ. സസരി ഗ സരി സരി ഗ സരി ഗ മ. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. സൂപ്പർ സൂപ്പർ. ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സബാഷ്. അത് ടെസക്കുട്ടിയുടെ മാത്രം ഒരു കഴിവാണ് കേട്ടോ, ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. വെരി ഗുഡ് ട്രൈ. അപ്പൊ എനിക്ക് അഭിനയം കുറച്ചൊന്ന് പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെന്നായെ കണ്ട് പേടിക്കുന്ന കുഞ്ഞാട്, കുഞ്ഞാട് അതാണ് എം ജെ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. ആ, ഇങ്ങനെ വാ തുറന്നിട്ട് ഇങ്ങനെ പേടിക്കുവല്ലേ. അപ്പൊ വാ തുറന്നിട്ട് കണ്ണ് മിഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ചെയ്ത് കാണിക്കുന്ന ഇങ്ങനെ അത്ര തുറന്നാ മതി. അത്രയും തുറന്ന ഒരുപാട് വാ തുറക്കണ്ട, തുറക്കണ്ട. ഇത്ര ഇത്രയും. അപ്പൊ എങ്ങനെയാണോ പഠിച്ചു. ഭാവം വരുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അതെ, കുഞ്ഞാട് നിർത്തി പാടും, എന്നാലേ ഭാവം വരും. കുഞ്ഞാടൊക്കെ ഇനി ചെന്നായി. ചെന്നായി ഞാൻ പേടിപ്പിക്കുന്നേ. അതെ, അങ്ങനെ പേടിപ്പിച്ചാ മതി. ചെന്നായി. അത് അഭിനയിക്കേണ്ടി വന്നില്ല. അതെ, കറക്റ്റ്. എംജങ്ങളിലൊക്കെ സിനിമയിൽ ഈസി ആയിട്ട് കയറാം. അതെ, ഈസി ആയിട്ട് കേറാം ഞങ്ങൾ. ഈ സിനിമയിൽ ഒന്നും കയറണ്ട. കുഞ്ഞാടിന്റെ വേഷം ഉണ്ടെങ്കിൽ പ്ലീസ് നോട്ട്, ഇവിടെ ഒരാളുണ്ട്. ടെസക്കുട്ടിക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാമോ? റെക്കമെൻഡ് ചെയ്യാം. ഏറ്റവും ക്ലോസ് ഡയറക്ടർ ആരാ? രാകേഷ് സാറ്. രാഘു എത്രയും പെട്ടെന്ന് ഒരു പടം എടുക്കണം, അതിൽ നായകനായിട്ട് എന്നെ വിളിച്ചോ. പക്ഷേ കുഞ്ഞാടും ചെന്നായി ആയിരിക്കണം മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ഹീറോയിൻ ടെസ്സാണോ? എനിക്കൊന്നും പറ്റില്ല. ഇല്ല. ഹീറോയിൻ ഞാൻ, പിന്നെ ഹീറോ സാറ്. എം ജെ സാർ. എനിക്കതൊന്നും മതി, അത് മതി, അത് വേണ്ടെന്ന്. അങ്ങനെ മതി. വേണ്ടേ? എനിക്ക് നല്ലൊരു ഹീറോയിൻ വേണ്ടേ? ആ, നല്ലൊരു ഹീറോയിൻ. പക്ഷെ പാട്ടിലെ ഹീറോയിൻ ആണ് അല്ലേ ക്യാപ്റ്റൻ?
സൂപ്പറായി പാടി ടെസ ബേബി. താങ്ക് യു ചേച്ചി. കഥ മനസ്സിലായോ എന്താന്ന്? മനസ്സിലായി. എന്താ കഥ? അന്ന് ഭൂമിയില് നല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴോ മൊത്തം കാലാവസ്ഥ മാറി. കാലാവസ്ഥ മാറി, അതാണ് കഥ അല്ലേ? ഇപ്പം ആടുങ്ങളെ ഒക്കെ, കുഞ്ഞാടുകളെ ഒക്കെ ചെന്നായി കടിച്ചു തിന്നാൻ തുടങ്ങി. പതിയെ പതിയെ കള്ളങ്ങര് ആക്കാൻ തുടങ്ങി. അങ്ങനെയാണോ കഥ? പക്ഷെ അങ്ങനെ അല്ലല്ലോ കഥ. അതെ, അത് പണ്ട് അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ കടിച്ചു തിന്നാൻ തുടങ്ങി. ചെന്നായി നന്നായി, അതാണ് കഥ. അല്ലോ, വഞ്ചിച്ച് വാഴാൻ ആവാതെ പിന്നെ മർത്യന്റെ ഉള്ളിൽ ഒളിച്ചു പോലും എന്ന് പറയുന്നുണ്ട് അവസാനം. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? വേറൊരു ഇതുപോലത്തെ കുറെ പാട്ടുകളുണ്ട് മീനൂട്ട. കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും, കടകഥകൾ പറയാനും പഴംപാട്ടുകൾ പാടാനും അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയം വച്ചു നടന്നു. കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും, കടകഥകൾക്കുത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. കടകഥകൾക്കുത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. മറ്റുള്ളവരെല്ലാരും മുന്നിലേക്ക് നടക്കുമ്പോൾ, മറ്റുള്ളവരെല്ലാരും മുന്നിലേക്ക് നടക്കുമ്പോൾ, എന്തിനു പിന്നോട്ടിങ്ങനെ എന്നും മൂശട്ടെ നീ പായുന്നു, എന്തിനു പിന്നോട്ടിങ്ങനെ എന്നും മൂശട്ടെ നീ പായുന്നു. കോടക്കാറ്റൂഞ്ഞാലാടും കായൽ തീരം, അവിടെ കാറ്റുകൊള്ളും തള്ളഞ്ഞണ്ടും പിള്ളഞ്ഞണ്ടും. നല്ല രസമുണ്ട്. ടെസക്കുട്ടിയെ മൂശേട്ടെന്ന് വിളിച്ചു. പൂശേട്ടനോ? അവക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല പേരാ മൂശേട്ട, കൊള്ളാം. ടെസക്കുട്ടിക്ക് ചേരും കേട്ടോ. എന്തായാലും സൂപ്പറായിട്ട് ടെസ ബേബി പാടി. അതെ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിട്ട്. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി എന്ത് വേണം? മധുരമഴ വേണം. അപ്പോ നമ്മുടെ ടെസ ബേബിക്ക് വരട്ടെ ഒരു മധുര മഴയേ. എടുത്തോ. 10 വരെയാണ്. 1 2 3 4 5 6 7 8 9 10. വരല്. ബൈ ബൈ. ബൈ. ബൈ.